ഒബ്സഷൻ കണ്ടു, കുറച്ച് ലേറ്റായി പോയി. ബട്ട് മാൻ ദിസ് മൂവി, എനിക്ക് ഇതിനെക്കുറിച്ച് കുറേ കാര്യം പറയണ്ട. അതായത് നിങ്ങൾ ഈ പടം കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തീർച്ചയായും പോയി കാണും. കാരണം കേരളത്തിൽ എനിക്ക് തോന്നുന്നു ഒത്തിരി തിയേറ്റേഴ്സ് ഇല്ല, പക്ഷേ ഈ അടുത്തായിട്ട് കുറച്ച് തിയേറ്ററിൽ എക്സ്ട്രാ ഷോസ് ആഡ് ഓൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഈ സിനിമ കണ്ടിട്ടില്ലെങ്കിൽ ദയവായി ഓടിപ്പോയി ഈ റിവ്യൂ കാണുന്നതിനപ്പുറം പോയി സിനിമ കാണുക. വൺ ഓഫ് ദ ബെസ്റ്റ്, ഈ റീസെൻ്റ്ലി എന്ന് പറയാൻ പറ്റില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് ഈ ഹൊറർ ജോൺട്രയിൽ ഞാൻ കണ്ടതിൽ വെച്ച് വൺ ഓഫ് ദ ബെസ്റ്റ്, ഏറ്റവും ബെസ്റ്റ് എന്നല്ല ഞാൻ പറയാം, വൺ ഓഫ് ദ ബെസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന സിനിമയാണ് ഒബ്സഷൻ. ഈ സിനിമയുടെ ബഡ്ജറ്റ് വെറും 7 കോടി രൂപ. ഇത് ഇന്ന് ജൂൺ 12, ഇന്ന് ഈ പടത്തിന് കിട്ടിയ കളക്ഷൻ, ഇന്ന് വരെയുള്ള കളക്ഷൻ 2000 കോടിയുടെ മുകളിലായി. വെറും 7 കോടി മുതൽ മുടക്കി എടുത്തൊരു പടത്തിൻ്റെ കളക്ഷനാണ് 2000 കോടി. നമ്മളൊരു ഈവൺ മലയാള സിനിമയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പോലും ഈവൺ അത്യാവശ്യം ഒരു ആവറേജിൻ്റെ മുകളിലേക്ക് ഒരു എല്ലാ മലയാളം പടം, അതായത് ഞാൻ പറഞ്ഞ ബഡ്ജറ്റ് വൈസിൽ എല്ലാ പടവും ഒരു 10 കോടി ആ റേഞ്ചിൻ്റെ മുകളിൽ വരുന്ന പടങ്ങളാണ് മലയാളത്തിൽ നിന്ന് വരുന്നത്. അത്രയും കുറഞ്ഞൊരു രീതി ചെയ്തൊരു പടത്തിൻ്റെ കളക്ഷനാണ്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ പടത്തിൻ്റെ ക്വാളിറ്റി. ഇറ്റ്സ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവിയാണിത്. അതായത് എനിക്ക് ഏറ്റവും എടുത്ത് പറഞ്ഞ രണ്ട് കാര്യം പടത്തിന്. ഒന്ന്, പെർഫോമൻസ്. ഇതിനകത്ത് നായകൻ്റെയും നായികയുടെ, എസ്പെഷ്യലി നായിക എന്ന് പറഞ്ഞാൽ നായകനും അടിപൊളിയാണ്, എന്നാൽ ഇപ്പോൾ നായികയ്ക്കാണ് ഇതിനകത്ത് പെർഫോം ചെയ്യാൻ കൂടുതലുള്ളത്. പുള്ളിക്കാരുടെ പെർഫോമൻസ്, പുള്ളിക്കാരുടെ പേര് ഞാൻ വിട്ടുപോയി, സോറി, എനിക്ക് എൻ്റെ എക്സൈറ്റ്മെൻറ്റ് ആയതുകൊണ്ട് ഞാൻ നോക്കിയില്ല പേര്. ഫസ്റ്റ് ഓഫ് ഓൾ അത്. സെക്കൻഡ്, ഈ പടത്തിൻ്റെ സൗണ്ട് മിക്സിങ്, ഒരു രക്ഷയില്ലാത്ത സൗണ്ട് മിക്സിങ് ഈ പടത്തിനകത്ത് ചെയ്ത് വെച്ചിരുന്നത്. അതായത് ഇങ്ങനെയാണ് നമ്മൾ ഈ പടത്തിന് ഏറ്റവും മെയിൻലി വേണ്ട 2 കാര്യം, സൗണ്ട് മിക്സിങ് പിന്നെ ആക്ടിങ്ങിൻ്റെ കാര്യം തന്നെ ഈ പടത്തിന് മെയിൻലി വേണ്ട 2 കാര്യം. ആ 2 കാര്യം വെട്ടിപ്പായിട്ട് അവർ ചെയ്തു വെച്ചു. അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇതിനകത്ത് കുറേ രസമുണ്ട്. ഇതിനകത്ത് ഷാഡോസ് ഒക്കെ യൂസ് ചെയ്ത രീതി, അതായത് ഹൊറർ മൂവി നമ്മളിപ്പം DSR എന്നൊക്കെ പറഞ്ഞ പടം കണ്ടപ്പോൾ മനസ്സിലായി. അതായത് പാതിരാത്രി അല്ലെങ്കിൽ പ്രേതം ഒന്നും, ഇപ്പോൾ ഭൂതകാലം കണ്ടറിയാം, പാതിരാത്രി മാത്രമൊന്നും വേണ്ട, അല്ലെങ്കിൽ പാതിരാത്രി ഇരുട്ടും കുറേ ഒറ്റപ്പെട്ട ഒരു വീടും അതൊന്നും വേണ്ട, നമ്മൾ പേടിക്കാമെന്ന് കാണിച്ചു തന്നൊരു പടമാണ് ഭൂതകാലം. ഇപ്പോൾ DSR ആണെങ്കിലും അത് തന്നെ. അതേപോലെ തന്നെ ഈ ഒരു പ്രേതപ്പടം അല്ലെങ്കിൽ ഒരു ഹൊറർ ജോൺട്ര വരുന്നൊരു പടത്തിന് കുറേ ജെംസ്കേഴ്സോ അല്ലെങ്കിൽ കുറേ പ്രോസ്തറ്റിക് മേക്കപ്സ് ഒക്കെ ഇട്ട് പ്രേതം വന്നാൽ മാത്രമേ പേടിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നത് ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ സിനിമയൊക്കെ. കാരണം ജസ്റ്റ് നമ്മുടെ നിഴലിനെ വെച്ച് ഏതൊക്കെ രീതിയിൽ ഒരു സംഭവം ഒപ്പിച്ചെടുക്കാൻ പറ്റുന്നുള്ള സാധനമാണ് ഇതിനകത്ത് ചെയ്ത് വെച്ചിരുന്നത്. ഇത് പിന്നെ നിങ്ങൾ ഒരിക്കലും എപ്പോഴും ഈ ജെംസ്കേഴ്സ് ഉള്ള മൂവീസുമായിട്ട് കമ്പയർ ചെയ്യില്ല, അല്ലെങ്കിൽ നിങ്ങൾ അത് ഓർത്ത് തിയേറ്ററിലേക്ക് പോകില്ല. അതായത് ഇപ്പോൾ കോൺജറിങ്, ഇൻസീഡിയസ് ഇംഗ്ലീഷിൽ നിന്ന് പറയുകയാണെങ്കിൽ ഹോളിവുഡിലെ മെയിനായിട്ടുള്ള അത്യാവശ്യം നല്ലൊരു നീതി പുലർത്തുന്ന സിനിമാസിലൊന്നാണ് കോൺജറിങ് സീരീസ്. അതേപോലെ തന്നെ ഇൻസീഡിയസ് ഫ്രാഞ്ചൈസ്. പിന്നെ പറയാവുന്ന പിന്നെ എനിക്ക് അതാണ് ഏറ്റവും മെയിൻലി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ഒരു അളവ് വരെയൊക്കെ ഇല്ല, ഇത് രണ്ടുമായിരിക്കും മെയിൻലി. സോ ഈ ഒരു ഇതൊക്കെ വെച്ച് ഒത്തിരി ജെയിംസ് കേസ് എക്സ്പെക്റ്റ് ഒന്നും ചെയ്ത പോലെ അതല്ല. ഹൊറർ ജോൺട്ര മൂവീസ്, അതായത് ഹൊറർ ജോൺട്ര എന്ന മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. കാരണം അതിനുള്ള കാര്യങ്ങളുണ്ട് ഈ പടത്തിനകത്ത്, അത് ഗംഭീരമായിട്ട് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് കാണുമ്പോൾ ഈ പടമൊക്കെ കാണുമ്പോഴാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, അതായത് കുറേ ബഡ്ജറ്റിലോ കുറേ സ്റ്റാർ കാസ്റ്റിലോ ഇതിലൊന്നുമല്ല ഏറ്റവും വലിയ കാര്യം. ഒരു സിനിമയുടെ ഏറ്റവും വേണ്ട അല്ലെങ്കിൽ ഏറ്റവും നീഡഡ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ആ സിനിമയുടെ കണ്ടന്റ്, അല്ലെങ്കിൽ ആ സിനിമ ചർച്ച ചെയ്യുന്ന സബ്ജക്റ്റ്, ഒരു പ്രോപ്പർ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു സിനിമ വിജയിക്കത്തുള്ളൂ. അത് ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കി. ഈ ഇടയ്ക്കൊക്കെ ഇവിടെ നിന്ന് കുറേ പ്രൊഡ്യൂസേഴ്സും കുറേ സിനിമാ മേഖലയിലുള്ള കുറേ ആൾക്കാരൊക്കെ പറയുന്നു റിവ്യൂ ബോംബിംഗ് ഒക്കെ ചെയ്ത് പല സിനിമയും പൊട്ടിപ്പോകുന്നു, ഓൺലൈൻ റിവ്യൂസാണ് ഇതിനൊക്കെ കാരണമെന്ന്. ഈ ഇങ്ങനെയുള്ളവരോടൊക്കെ പറയാനുള്ള ജസ്റ്റ് ഗോ ആൻഡ് വാച്ച് ദിസ് മൂവി. റിവ്യൂ ബോംബിംഗ് ഒന്നും അല്ല മക്കളെ. അതായത് ഒരു പടം നല്ല ക്വാളിറ്റി അല്ലെങ്കിൽ നല്ല കണ്ടന്റ് ഉണ്ട് ആ പടത്തിൽ, അത് ഗംഭീരമായിട്ട് പ്രേക്ഷകനിലേക്ക് കണക്ട് ചെയ്യാനും പറ്റുന്നുണ്ടെങ്കിൽ അത് മതി. നിങ്ങളിപ്പോൾ പ്രമോഷൻ ചെയ്തില്ലേ പോലും വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. നിങ്ങൾക്ക് എത്ര ബഡ്ജറ്റും എത്ര പ്രമോഷനും എന്ത് തേങ്ങ കാണിച്ചാലും കാണുന്ന ഓഡിയൻസ്, അതായത് സാധാരണ ജനറൽ ഓഡിയൻസിൻ്റെ വേർഡ് ഓഫ് മൗത്ത് എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് പോസിറ്റീവ് ആണെങ്കിൽ പടം ഹിറ്റായിരിക്കും. അതിപ്പോൾ എത്ര കുറഞ്ഞ പടം ആയിക്കോട്ടെ, എത്ര ബഡ്ജറ്റ് കുറഞ്ഞ പടം ആയിക്കോട്ടെ, സ്റ്റാർ കാസ്റ്റ് കുറഞ്ഞ പടം ആയിക്കോട്ടെ. ഇപ്പോൾ വാഴ 2 അല്ലെങ്കിൽ വാഴ 2 ഒക്കെ എന്ന് പറഞ്ഞാൽ ബിഗ് എമ്മസോ അല്ലെങ്കിൽ വലിയ കാസ്റ്റൊന്നും ഇല്ല. ഇപ്പോൾ ചിലപ്പോൾ കുറേ ഹാഷറൊക്കെ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് ഇപ്പോഴൊക്കെ വിജയിച്ചെന്ന് പറയാം. ലോക്ക, കല്യാണി പ്രിയദർശൻ ഈ പറയുന്ന ഫാൻ പവറോ കാര്യങ്ങളുണ്ടോ? നസ്ലിന് ഒരു ലിമിറ്റ് വരുമുണ്ട്, എന്നാൽ ഇപ്പോഴാണ് കുറച്ചേരും ഉള്ളത്. എന്ന് പറഞ്ഞാൽ നസ്ലിന് അഭിനയിക്കുന്ന പടം എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഡേ കളക്ഷനൊക്കെ തൂക്കി അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റൊക്കെ എത്ര പടത്തിൽ അടിക്കാൻ പറ്റും. അതിൻ്റെ വലിയ എക്സാമ്പിളാണ്. കാരണം ആ പടത്തിൻ്റെ കണ്ടന്റ് അത് ഗംഭീരമായിട്ട് അവർ എക്സിക്യൂട്ട് ചെയ്തു, അത് കാണുന്ന ഓഡിയൻസായിട്ട് ഗംഭീരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റി. ആ ഒരൊറ്റക്കരി, അത് വേർഡ് ഓഫ് മൗത്തിന് മുകളിൽ ഒരു പബ്ലിസിറ്റി ഇല്ല. അല്ല നമ്മൾ കുറേ പടത്തിൽ റിവ്യൂ മോശമെന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റ് ഡേ കളക്ഷനെ ചിലപ്പോൾ ബാധിക്കുമായിരിക്കും മേ ബി. ഇപ്പോൾ കുറേ റിവ്യൂസൊക്കെ വന്നിരുന്നു കാശും മേടിച്ചു വേണമെങ്കിൽ ഇവർ പറയുന്നില്ല കാശും മേടിച്ച് വന്നിരുന്ന് ഈ പടം മോശമായി ഇതിനകത്ത് അതില്ല എന്നൊക്കെ പറഞ്ഞാൽ വേണമെങ്കിൽ
കുറച്ച് കളക്ഷൻ ആദ്യത്തെ ദിവസം വല്ല ഒന്ന് അഫക്റ്റ് ചെയ്യും. അഫക്റ്റ് ഒന്നും ചെയ്യില്ല. ഒരാൾക്ക് പടം കാണണമെന്ന് തോന്നിയാൽ പോയി കണ്ടിരിക്കുക, അത് വേറെ കേസ്. എന്നാൽ പോലും വേണേൽ പറയാം ഒരു ദിവസമൊക്കെ അഫക്റ്റ് ചെയ്യും. പക്ഷേ പടത്തിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ പടം കയറിയിരിക്കും. അത് എങ്ങനെയാണെങ്കിലും പണ്ടത്തെ പോലെ ഒന്നല്ല, ഇന്നത്തേക്കാൾ പണ്ടും അങ്ങനെ വേർഡ് ഓഫ് മൗത്ത് സാധനം. ഒരാൾ നമ്മൾ കണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവരോട് എടാ ഇന്നലെ ഞാൻ ആ പടം കണ്ടു എനിക്ക് ഇങ്ങനെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മൾ വീടിൻ്റെ അപ്പുറത്തുള്ള പോയി കാണും. അതാണ്. അല്ലാതെ റിവ്യൂ ബോംബിംഗ് എന്നൊക്കെ പറഞ്ഞ് ചുമ്മാ ഒരു ഊപ്പ കണ്ടൻറ്റൊക്കെ എടുത്ത് സിനിമ ആക്കി കഴിഞ്ഞാൽ പടത്തിന് അതിനുള്ള ക്വാളിറ്റി അല്ലെങ്കിൽ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്ന കാര്യമില്ല. ആ സ്ഥലത്താണ് നിങ്ങൾ ഈ പടമൊക്കെ കാണേണ്ടത്. കാരണം വെറും 7 കോടി ബഡ്ജറ്റിൽ ഇത്രയും കിട്ടുന്ന സാധനം ഉണ്ടാക്കി വെക്കാൻ പറ്റുക. ഇപ്പം ഈ ഇടയ്ക്ക് ഞാൻ ഏതൊരു മൂവിയുടെ ആൾക്കാർ പറഞ്ഞു നമുക്കൊന്നും പല ഇൻഡസ്ട്രീനെ അത്ര പോലെ നമുക്ക് അത്രയും ബഡ്ജറ്റ് ഇല്ല, അത്രയും ബഡ്ജറ്റാണ് നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാന്ന്. എന്താണ് വെറും 7 കോടി ബഡ്ജറ്റിൽ ഇവർ ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ മലയാളം മൂവീസൊക്കെ അതിൻ്റെ മുകളിൽ ബഡ്ജറ്റിന് എത്ര നല്ല പടങ്ങളുണ്ട്. എത്രയോ 8 കോടിയും 10 കോടിയും 15 കോടിയും വന്നിട്ട് 8 പോകുന്നുണ്ട്. അതാ പറഞ്ഞേ, നമ്മൾക്ക് കണ്ടന്റിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ നമ്മുടെ ക്യാഷ് ഇല്ലായ്മയുടെ അതൊന്നും കൊണ്ടല്ല, അതൊന്നും അല്ല റെസ്ട്രിക്ഷൻ. പ്രോപ്പർ കണ്ടന്റ് ഉണ്ടെങ്കിൽ ഒരു അനാവശ്യ CG VFX ഒന്നും ഇല്ലാതെ കിടിലൻ കണ്ടന്റ് ആണെങ്കിൽ കിടിലായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഒബ്സഷൻ എന്ന് പറഞ്ഞ മൂവി. ആൻഡ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവി ഐ ഹാവ് വാച്ച്ഡ് റീസെൻ്റ്ലി ഞാൻ പറയും. കാരണം ഹൊറർ ജോണർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ ഇപ്പോൾ തീർച്ചയായും പോയി കാണും, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കും. പിന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഇതിൻ്റെ മെയിനായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ബിഗ് സ്ക്രീനിൽ ഈ പടം പോയി കാണുക. അല്ലാതെ നമ്മളിപ്പോൾ വീട്ടിൽ നിന്ന് OTT-ലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അത്ര നല്ലൊരു സൗണ്ട് സിസ്റ്റം വീട്ടിലുണ്ടെങ്കിൽ ഓക്കെ, ബട്ട് തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ കാണുന്ന ഒരു എഫക്ട്, ഈ പടമൊക്കെ കംപ്ലീറ്റ്ലി ബിഗ് സ്ക്രീൻ ഡിമാൻഡ് ചെയ്യുന്ന സിനിമയാണ്. കാരണം ആ സ്ക്രീനിൽ പോയി നിന്ന് കാണുമ്പോൾ ആ സൗണ്ട് എഫക്ട്, ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് ആണ് ഞാൻ പറഞ്ഞില്ല, കിട്ടില്ലാണ്ട് സൗണ്ട് മിക്സിങ് ചെയ്ത് വെച്ചേക്കുന്നത്. ആ സൗണ്ട് മിക്സിങ് നമ്മൾ ബിഗ് സ്ക്രീനിൽ പോയി കണ്ടാൽ മാത്രമേ കിട്ടത്തുള്ളൂ. നമുക്ക് ഒരിക്കലും വീട്ടിൽ നിന്ന് ഇയർഫോണൊക്കെ വെച്ച് നിന്ന് കണ്ടാൽ അല്ലെങ്കിൽ ഒരു പരിധി വരെയൊക്കെ കിട്ടും, ബട്ട് എന്നാൽ പോലും ലിമിറ്റ് ഉണ്ട്. പക്ഷേ അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത തിയേറ്ററിൽ മിക്കവാറും എനിക്ക് തോന്നുന്നു ചില തിയേറ്റേഴ്സിലെ കേരളത്തിലെ എല്ലാ സെൻറ്ററിലും ഈ പടം ഉണ്ടെന്ന് തോന്നുന്നില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്താണെങ്കിൽ പോയി കാണാൻ പറ്റുമെങ്കിൽ തിയേറ്ററിൽ പോയി കണ്ട് ഈ പടം എൻജോയ് ചെയ്യുക. കാരണം അത്രയും ഇങ്ങനത്തെ പടമൊക്കെ വല്ലപ്പോഴും ചില ഇടക്കാലത്തൊക്കെ വരുന്നതെന്നുള്ളൂ, എപ്പോഴും വഴിയില്ല ഇങ്ങനത്തെ പടം. സോ ഇത് കിടിലൊരു എക്സ്പീരിയൻസ് കിട്ടുന്ന പടമാണ്. നിങ്ങൾ ഹൊറർ ജോണർ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പടം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുമായിരിക്കും, ഗ്യാരണ്ടിയാണ്. സോ ഇതാണ് എനിക്ക് ഒബ്സഷനെ കുറിച്ച് പറയാനുള്ളത്. ഈ പടം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ വരുന്നതൊക്കെ ഇറ്റ്സ് മീ അഭിജിത്ത്, താങ്ക് യു ഫോർ വാച്ചിങ് Flick and Frames.